നമുക്കങ്ങനെ തുറന്ന പുസ്തകം പോലെ ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നല്ല സുന്ദരമായി കളർഫുള്ളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. അത് കഴിയുമ്പോഴാണ് ആ ഒരു പരിഗണന ഭർത്താക്കന്മാർക്ക് അവളോടുണ്ടാകണം. പെൺകുട്ടികളെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇത് രണ്ടുപേരും മനസ്സിലാക്കണം. ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകുടുംബത്തിൽ നിന്നും മാറി താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, മക്കള്, ജ്യേഷ്ഠൻ, അനുജൻ, അങ്ങനെ പെങ്ങള്, അങ്ങനെ എല്ലാവരും കൂടിയുള്ളതാണ് കുടുംബം. ആ കുടുംബത്തിൽ നിന്നും എന്തുകൊണ്ടാണ് മാറി താമസിക്കാൻ പലരും ആഗ്രഹിക്കുന്നത്? കുടുംബത്തിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ്. പക്ഷേ അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുത്ത് നല്ലൊരു കുടുംബജീവിതം, കൂട്ടുകുടുംബം പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയും. പക്ഷെ അതിനായി നമ്മൾ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ മാനസികമായി തയ്യാറെടുക്കലാണ് അതിന് ആദ്യം വേണ്ടത്. കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ഭർത്താവിന് നല്ല ഒരു ഐഡിയ ഉണ്ടാവണം, ഒരു ഹിക്മത്ത്, അതായത് തന്ത്രപൂർവം വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു ഭാഗത്ത് നമ്മുടെ ഭാര്യയായി, ഇണയായി, തുണയായി നമ്മുടെ മരണം വരെ ഉണ്ടാവേണ്ട ഭാര്യയാണ് നമ്മുടെ ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്തുള്ളത് നമ്മളെ 10 മാസം ഗർഭം ധരിച്ച് നൊന്ത് പ്രസവിച്ച് എല്ലാ തറബീയത്തും തന്ന് വളർത്തിയ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ കുറച്ചും കൂടി കൂടുതൽ ബന്ധപ്പെട്ട് വരുന്നത് ഉമ്മയായിരിക്കും. ഏതൊരു മക്കൾക്കും അവർ ഉമ്മ തന്നെയാണ് സ്വർഗം. അങ്ങനെ പറയാനുള്ള കാരണം അൽ ജന്നത്തു തഹത്ത അഖ്ദാമി ഉമ്മഹാത്തിക്കും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ആ സ്വർഗം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പണിയെടുക്കണം. കാൽച്ചുവട്ടിലാകുമ്പോഴത്തേനും ചവിട്ടി നിൽക്കുകയാണെന്നാണ് അതിൻ്റെ ഉറക്കം. അപ്പോൾ അതായത് നമ്മൾ അത്രത്തോളം റിസ്ക് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, നല്ല അത്യാവശ്യം നല്ലതുപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉമ്മയോട് പൊരുത്തവും ആ ഉമ്മയിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ സംരക്ഷണം കരുതി നമ്മുടെ കൂടെ ജീവിക്കാൻ കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയും. ഈ ഭാര്യയെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഇവിടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മ എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഭാര്യനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഉമ്മയെടുത്തും പറഞ്ഞു നടക്കണം ഭാര്യ എങ്ങനെയാണെന്നുള്ളത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. വേറൊന്ന് വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഇപ്പോൾ ഒരാളെ നമ്മളെ ഉപദ്രവിച്ചു, നമ്മൾ ആ ഉപദ്രവിച്ച കാര്യം മനസ്സിൽ കൊണ്ടേ നടക്കാതെ അത് ക്ഷമിച്ചിട്ട് നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു ഇതിലേക്ക് മാറണം. ശരിക്കും പറഞ്ഞാൽ കുടുംബജീവിതത്തില് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു വിവാഹം കഴിഞ്ഞു ആദ്യം കുറച്ച് നാൾ, അതായത് 1 വർഷത്തിൽ താഴേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. അത് കഴിയുമ്പോഴാണ്, അതായത് ആ പുതുമോടി എല്ലാം കഴിഞ്ഞു വരുന്ന സമയത്താണ് കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അതായത് പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്നെല്ലാം എല്ലാവരെയും ഉപേക്ഷിച്ചാണല്ലോ ഒരു വിവാഹം ചെയ്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു പരിഗണന ഭർത്താക്കന്മാർക്ക് അവളോടുണ്ടാകണം. പിന്നെ ഭർത്താക്കന്മാരെ, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആണുങ്ങൾ നല്ല ആണുങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നാട്ടിൽ കൊലപാതകങ്ങളും അങ്ങനെയുള്ള ക്രിമിനൽസിനെ അല്ല, നല്ല കുടുംബത്തിൽ ഉള്ള നല്ല ആണുങ്ങൾ എന്ന് പറയുന്നത് അവർ ശരിക്കും അവരുടെ മനസ്സ് നമ്മൾ കാണുന്നത് എങ്ങനെയാണോ അത് തന്നെയാണ് അവരുടെ മനസ്സ്. അവർക്ക് വേറെ മറയും ഒന്നുമില്ല, കാരണം അവരുടെ ഉള്ളിൽ കള്ളത്തരങ്ങളൊന്നും കാണില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് കുറച്ചുകൂടെ എന്താ പറയുക, ഒളിച്ച് വെക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്ക് കൂടുതലാണ് പെൺകുട്ടികൾക്ക്. അപ്പോൾ ആണുങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, പെൺകുട്ടികളെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇത് രണ്ടുപേരും മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് വരുമ്പോഴേക്കും. അപ്പം നമ്മുടെ ഭർത്താവ് എങ്ങനെയുള്ള ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആണുങ്ങളും പെൺകുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് പെൺകുട്ടികളെ മനസ്സിലാക്കാൻ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തം ഭാര്യയാണെങ്കിലും. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുവരെ നമ്മൾ ഒരുപാട് അവരുടെ കാര്യങ്ങളിൽ ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. അതായത്
അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയുള്ള നിബന്ധനകളൊന്നും കുറച്ച് നാളത്തേക്ക് വെക്കാത്തതാണ് നല്ലത്. കാരണം അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക. അപ്പോൾ പക്ഷെ ആ ഇഷ്ടം പെൺകുട്ടികൾ മുതലെടുത്ത് വേറെ ഒരു ഇതിലേക്ക് പോകരുത്. എല്ലാം ഒരു ലിമിറ്റിന്. കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ല നമുക്ക് വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പരസ്പരം മനസ്സിലാക്കുക. ഭർത്താവ് ഭാര്യനെ മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവിനെയും മനസ്സിലാക്കണം. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞു തന്നാലും നമ്മൾ അതായത് പ്രശ്നങ്ങൾ അവസാനിക്കാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ സ്വയം ചിന്തിക്കണം. എല്ലാവരും സ്വയം ചിന്തിക്കണം. ഉമ്മ ചിന്തിക്കണം, ഭാര്യ ചിന്തിക്കണം, ഭർത്താവ് ചിന്തിക്കണം. എല്ലാവരും സ്വയം മാറിയാൽ മാത്രമേ ആ കുടുംബത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരാൾ മാത്രം നന്നായി ചിന്തിച്ചു, നല്ലത് പ്രവർത്തിച്ചു, നല്ലത് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും ആ കുടുംബം നല്ലതുപോലെ പോകത്തില്ല. അങ്ങനെ പോകണമെങ്കിൽ എല്ലാവരിലും മാറ്റം ഉണ്ടാവണം. ഒരാൾക്ക് മറ്റൊരാളെ മാറ്റിയെടുക്കാൻ ഒരിക്കലും കഴിയില്ല. സ്വയം ചിന്തിച്ച് മാറുമ്പോൾ മാത്രമേ ആ വ്യക്തി മാറുന്നുള്ളൂ. ആ വ്യക്തി മാറിക്കഴിഞ്ഞാൽ ആ ആളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റോ വ്യക്തിയും ചിന്തിക്കും, എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനൊരു മാറ്റം ഉണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഞാനും മാറിക്കൂടാ, ഞാൻ എന്തിനാ പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. അല്ല, അപ്പോൾ ഉമ്മയും ചിന്തിക്കും, ശരിയാ അവർ രണ്ടാളും സമാധാനത്തോടെ പോകുന്നുണ്ട്, അപ്പം ഞാനാണോ പ്രശ്നം. എല്ലാവരും നമ്മൾ ഒരുപോലെ ചിന്തിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും. നമുക്കങ്ങനെ തുറന്ന പുസ്തകം പോലെ ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നല്ല സുന്ദരമായി കളർഫുള്ളായിട്ട് നമുക്ക് കൊണ്ടേ നടക്കാനല്ല, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് മാതൃകയാവാൻ പറ്റുന്ന ഭാര്യയും ഭർത്താവുമാവും. അല്ലാഹു തആല നമ്മുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൽഖി സയ്യിദിനാ